ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണിത്. ഇതിൽ ക്രീമോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീമിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞാനിത് റവ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. റവ ഉപയോഗിച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുമോ പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ കണ്ടോളൂ, ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. ആർക്കും ഇനി വീട്ടിൽ തന്നെ ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 3 ഫ്ലേവർ ചെയ്യുന്നുണ്ട്. സ്ട്രോബെറി ചെയ്യുന്നുണ്ട്, വാനില ചെയ്യുന്നുണ്ട്, ബദാമും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, റവ വെച്ചിട്ട് ചെയ്താൽ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത്. ഒരു സംശയമല്ല, ഒരു രക്ഷയുമില്ല കേട്ടോ. അടിപൊളി കിഡിലൻ ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഞാനിവിടെ ഒരു ബൗള് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് ആദ്യം തന്നെ എടുക്കാൻ പോണത് പാലാണ്. ഞാനിവിടെ 250 ml പാലാണ് എടുത്തിട്ടുള്ളത്. വീട്ടിൽ സാധാരണ വരുത്തുന്ന പാലാണ്, പശുവിൻ പാല്, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കവർ പാല് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ പാലൊന്ന് ചൂടാവുമ്പോഴത്തേനും ഇവിടെ വേറൊരു സംഭവം റെഡിയാക്കാനുണ്ട്. ഞാനിവിടെ റവ എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ റവ ഞാനൊരു ബൗളിലോട്ട് എടുക്കുകയാണ്. ഇനി ഈ റവ നമുക്ക് കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൽപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലിലോട്ട് ഞാൻ ഈ റവ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാൽപ്പൊടി കുറച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ടിപ്പാലുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. പാൽപ്പൊടി ഇല്ലാത്തവർക്ക് പാലെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി പാൽപ്പൊടി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കണ്ട. ഇതൊരു 3/4 കപ്പ് അളവിനാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ട് പാൽപ്പൊടി മിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ പാല് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച പാലിലോട്ട് പാകത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മാക്സിമം മധുരമാണ്. നിങ്ങൾക്ക് മധുരം കുറക്കണമെന്നുണ്ടെങ്കിൽ കുറക്കാം. ഇനി ഇതിലും കൂടുതൽ മധുരം ഉപയോഗിക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടപ്പോൾ നല്ല മധുരമുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റവയിലോട്ടും ഇതിലോട്ടും ആവശ്യത്തിനുള്ള മധുരമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കലക്കി വെച്ചിട്ടുള്ള റവയുടെ ആ പാലിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ റവ എടുക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് തന്നെ എടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് ഒന്ന് കുക്കായാൽ മതി. അപ്പോഴത്തേനും ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴത്തേനും ഇതൊന്ന് കുറുകി കിട്ടും. ജസ്റ്റ് ആ റവ അതിലൊന്ന് കുക്കായാൽ മതി. എന്നിട്ട് ഇത് നല്ല പോലെ ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഞാനൊന്ന് ചൂടൊക്കെ ആറിയ ശേഷം ഒരു ബ്ലെൻഡറിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീം പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ആ റവയെല്ലാം ആ പാലിൽ മിക്സായിട്ട് പക്ക ക്രീം പോലെ ആയിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലോട്ട് ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ അടച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം കട്ടയൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനിതൊന്നും കൂടി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നേരത്തെ പോലെ ക്രീം പോലെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നല്ല പോലെ ഇതാ മിക്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് 3 ബൗളിലായിട്ട് ഞാൻ 3ആയിട്ട് തിരിക്കുകയാണ്. ഞാനിവിടെ 3 ഫ്ലേവറിലാണ് ചെയ്യുന്നത്: സ്ട്രോബെറി, ബദാം, വാനില. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാനില മാത്രം ഉള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്താലും മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടമുള്ള ഫ്ലേവറിന് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വാനിലയും സ്ട്രോബെറിയും ബദാമും ഒക്കെ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങ് വാനില എസൻസ് ഒന്നും ഒഴിക്കേണ്ട, വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഞാനിവിടെ ഒരു 3 ഡ്രോപ്സ് വീതം സ്ട്രോബെറിയും ബദാമും അതുപോലെ വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ വരെ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ വരെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. നല്ല തണുപ്പുള്ള ഫ്രിഡ്ജാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് പെട്ടെന്ന് സെറ്റായി കിട്ടും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പക്ക ഐസ്ക്രീം നമ്മളിങ്ങനെ കോരിയെടുക്കുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് സെറ്റാക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. ഒരു ഫംഗ്ഷന് പോകാനുള്ളത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കുകയാണ് ഉണ്ടായത്. വാനില മാത്രം കുറച്ച് പരന്ന ബൗളിൽ ഒഴിച്ചുകൊണ്ട് പെട്ടെന്ന് സെറ്റായി കിട്ടി. മറ്റത് സെറ്റ് ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ വാനില ഐസ്ക്രീം, സ്ട്രോബെറി ഐസ്ക്രീം, ബദാമിൻ്റെ ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക.
അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല നല്ല കമൻസുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇഷ്ടപ്പെടാത്തവർക്ക് ഡിസ്ലൈക്ക് അടിക്കാം. അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അവരെല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത റെസിപ്പിയായിട്ട്. താങ്ക്